അതുകൊണ്ട് സഭ വളരെ പരിശുദ്ധമായിട്ട് നിലകൊണ്ടു. ഇങ്ങനെ തുടരവേ ഇപ്പം പിശാചിനൊരു കാര്യം മനസ്സിലായി, ഇതിങ്ങനെ പോയാൽ സഭയെ തകർക്കാൻ പറ്റത്തില്ല, പീഡനങ്ങൾ കൊണ്ട് സഭയെ തകർക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പിശാച് മറ്റൊരിടപെടുത്തു. AD 312 ഒക്ടോബർ മാസം 27-ാം തീയതി പീഡകനായ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒരു ദർശനം കണ്ടു. എന്തായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം? അസ്തമയ സൂര്യന് മുകളിൽ ഒരു കുരിശടയാളം, അതിന് മുകളിലൊരു മേലെഴുത്തും, ഇൻ ദിസ് സൈൻ കോൺകർ, ഈ അടയാളത്തോടുകൂടെ യുദ്ധം ചെയ്യുക. ആ സമയത്ത് അദ്ദേഹം മെൽവിൻ ബ്രിഡ്ജ് യുദ്ധത്തിൽ പരാജയഭീതിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കണ്ട ദർശനത്തിനനുസരിച്ച് കുരിശടയാളമുള്ളൊരു പതാകയും വഹിച്ച് അദ്ദേഹം യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു. തൽഫലമായി എന്ത് സംഭവിച്ചു? അന്ന് മുതൽ ക്രിസ്ത്യാനികളോട് താല്പര്യമായി. നോക്കിയേ, അതുവരെയും ക്രിസ്ത്യാനികളെ പിടിപ്പിച്ചുകൊണ്ടിരുന്ന റോമാ സാമ്രാജ്യം പിശാച് അദ്ദേഹത്തിന് കാണിച്ച ദർശനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മാറ്റുകയും പീഡനങ്ങൾ അവസാനിപ്പിച്ചു. റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച് സഭാംഗമായിട്ട് തീർന്നു. പീഡനങ്ങൾ അവസാനിപ്പിച്ചു. AD 313 മതസ്വാതന്ത്ര്യം അനുവദിച്ചു. ക്രിസ്ത്യാനികൾക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അവരെ പട്ടാള സേവനത്തിൽ നിന്നും ഒഴിവാക്കി, അവരെ ഭൂനികുതിയിൽ നിന്നും ഒഴിവാക്കി. സഭാസേവനം ചെയ്യുന്നവരെ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി ആദരിച്ചു. അങ്ങനെയായപ്പോൾ രാജപ്രീതിക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമില്ലാതിരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ ക്രിസ്തു മാർഗം സ്വീകരിച്ച സഭയുടെ അംഗങ്ങളായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ മനപരിവർത്തനമില്ലാതെ ജനലക്ഷങ്ങൾ മതപരിവർത്തനത്തിന് വിധേയരായിട്ട് തീർന്നു. AD 325 എല്ലാവരും ക്രിസ്തു മതം സ്വീകരിക്കണമെന്ന് ആജ്ഞ പുറപ്പെടുവിച്ചു. എന്നാൽ AD 378 മുതൽ AD 398 വരെ റോമാ സാമ്രാജ്യം ഭരിച്ച തിയോഡോഷ്യസ് ആണ് ക്രിസ്തു സഭയെ ക്രിസ്തു മതമാക്കി മാറ്റിയത്. അദ്ദേഹം ക്രിസ്തു മതത്തെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു. തന്മൂലം മനപരിവർത്തനമില്ലാത്ത വിജാതീയരെല്ലാം മതപരിവർത്തനത്തിന് വിധേയരായിട്ട് മാറി. അങ്ങനെ ക്രിസ്തു വിശ്വാസമില്ലാത്തവർ ക്രിസ്തു സഭയിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവർ ക്രിസ്തു സഭയിലേക്ക് പറിച്ചു നട്ടു. തങ്ങൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ കൊണ്ടുവന്ന് ദൈവാലയത്തിൻ്റെ അപ്രധാന സ്ഥാനങ്ങളിൽ ആദ്യം പ്രതിഷ്ഠിച്ചു. പിന്നീട് ദൈവാലയത്തിനുള്ളിൽ അവയെ പ്രതിഷ്ഠിച്ചു. കാലം കഴിഞ്ഞപ്പോൾ അവയുടെ പേരിൽ പെരുന്നാളുകളും ഉത്സവങ്ങളും ആരംഭിച്ചു. അവയെ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതോടൊപ്പം അവയെ ആരാധിക്കാനും വണങ്ങാനും തുടങ്ങി. കാലങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സഭയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഇത്തരം വിജാതീയ ആചാരങ്ങളെ പാരമ്പര്യങ്ങൾ എന്ന പേരിൽ സഭകൾ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ബൈബിളിലൊന്നും വിശ്വാസമില്ല, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ ഞങ്ങൾക്ക് ചില പാരമ്പര്യങ്ങളുണ്ട്, അതാ ഞങ്ങൾ പിന്തുടരുന്നത്, അതിനാണ് പ്രാധാന്യം. പ്രിയമുള്ളവരെ, സഭയിലേക്ക് നുഴഞ്ഞു കയറി വന്ന തെറ്റായ ആചാരങ്ങളെ സഭകൾ പാരമ്പര്യങ്ങൾ എന്ന പേരിൽ ഉൾക്കൊണ്ടു. കവി ഇങ്ങനെ പാടിയിട്ടുണ്ട്: ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിങ്കൽ ആശ്ചര്യം കൊള്ളായിക ദേവൻ. എന്താ മനസ്സിലായി? ഇന്നലെ ചെയ്ത അബദ്ധങ്ങൾ ഇന്നത്തെ ആചാരങ്ങളാണ്. മൂഢന്മാർക്കത് ഇന്നത്തെ ആചാരങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി നാളത്തെ ശാസ്ത്രമതായിട്ട് മാറും. അപ്പം ഇപ്രകാരം സത്യസഭ സത്യത്തിൽ നിന്നും വീണു പോകുവാനായിട്ടിടയായിത്തീർന്നു. അപ്പം നൂറ്റാണ്ടുകൾ പലത് പിന്നിട്ട് ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ ബാബിലോണി ആരാധനകൾ അരങ്ങ് തകർക്കുന്നൊരു കാലഘട്ടം. അങ്ങനെ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമാർഗം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ചെയ്തൊരു പണിയുണ്ട്. AD 312 ദൈവത്തിൻ്റെ 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പന എടുത്ത് അങ്ങ് ദൂരെ കളഞ്ഞു. 4-ാമത്തെ കൽപ്പന എന്താ പറയുന്നത്? ശബത നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബതാകുന്നു, അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി.
7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഈ കൽപ്പനയെ അദ്ദേഹം അങ്ങ് മാറ്റി. എന്താ കാരണം? അദ്ദേഹം ക്രിസ്തു സഭയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ആരാധിച്ചിരുന്ന ദേവന്മാരും ദേവികളും അദ്ദേഹത്തിൻ്റെ ആരാധനക്കാരും അദ്ദേഹത്തിൻ്റെ പ്രജകളായിട്ടുള്ള ആളുകളൊക്കെ സൂര്യാരാധനക്കാരായിരുന്നു. അപ്പം അവരെ ക്രിസ്തു മാർഗത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായ ശബത്തിലുള്ള ആരാധനയെ അദ്ദേഹം മാറ്റിയിട്ട് സൺഡേയിലേക്ക് ആരാധന മാറ്റി. അദ്ദേഹം നേരത്തെ ക്രിസ്തു മാർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് സൺഡേയിൽ ആരാധിക്കുന്നവനായിരുന്നു. സൂര്യനെ ആരാധിക്കുന്ന സൂര്യാരാധനക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൂര്യാരാധനക്കാരെ ക്രിസ്തു മാർഗത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ 7-ാം ദിവസമായ ശനിയാഴ്ചയുള്ള ആരാധന അങ്ങ് മാറ്റിയിട്ട് 1-ാം ദിവസമായ ഞായറാഴ്ചയുള്ള ആരാധന അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ആരാധന നടപ്പിലാക്കിയത്. നോക്കിയ വീഴ്ചയുടെ തുടക്കം സത്യത്തിൽ നിന്നും സഭ വീണു പോകുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ബഹുഭൂരിപക്ഷം ആളുകൾ സത്യം വിട്ട് ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കുന്നവരായിട്ട് മാറി. സ്വർഗത്തിലെ ചക്രവർത്തി തന്ന കൽപ്പനയെ മാറ്റിയിട്ട് റോമൻ ചക്രവർത്തി തന്ന കൽപ്പനയ്ക്കനുസരിച്ച് ഞായറാഴ്ച ആരാധനക്കാരായിട്ട് ജനങ്ങൾ മാറാൻ തുടങ്ങി. ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിട്ട് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴോ ഞങ്ങൾ വലിയ ആരാധനക്കാരാണെന്ന് പറയുന്ന ആളുകളൊക്കെ ആരുടെ പ്രജകളാണ്? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നടപ്പിലാക്കിയ ആരാധനയുടെ ആൾക്കാരാണ്. 2-ാം ദൂതൻ വിളിച്ചു പറയുന്നു, വീണുപോയി. തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ സത്യ ആരാധനയിൽ നിന്നും വ്യതിചലിച്ച അനേകം ആരാധനക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവിക സത്യങ്ങളെ പുറങ്കാൽ കൊണ്ട് തട്ടിയെറിഞ്ഞിട്ട് മാനുഷിക കൽപ്പനകൾക്കും കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും സുന്നകദോസുകളുടെ തീർപ്പുകൾക്കും ഒക്കെ വഴിപ്പെട്ട് സത്യത്തിൽ നിന്നും അകന്ന് ബാബിലോണിയ സഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആരാധനക്കാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. അവരെ നോക്കിയാണ് 2-ാം ദൂതൻ വിളിച്ചു പറയുന്നത്, വീണുപോയി. തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്നും സഭ വീണുപോയി. പ്രിയമുള്ളവരെ, എല്ലാ കാലത്തും സത്യമനുസരിക്കുന്ന ഒരു ചെറിയ കൂട്ടം ലോകത്തിലുണ്ട്. നമ്മുടെ നോഹയുടെ കാലം നോക്ക. നോഹ 100 കൊല്ലം കുത്തിയിരുന്ന് പ്രസംഗിച്ചിട്ടും സത്യം അനുസരിക്കാൻ ആരെ കിട്ടി? 8 പേരെ മാത്രമേ കിട്ടിയുള്ളൂ. ബഹുഭൂരിപക്ഷവും സത്യമനുസരിക്കാതെ, ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ, ലോകപ്രകാരം ജീവിച്ച് വെള്ളം കുടിച്ച് ചത്തപ്പോൾ സത്യമനുസരിക്കുവാൻ 8 പേരെ മാത്രമേ കിട്ടിയുള്ളൂ. ലോത്തിൻ്റെ കാലത്തേക്ക് നോക്ക. എല്ലാം അഗ്നിക്കിരയാകി ചത്തൊടുങ്ങുവാനിടയായിട്ട് തീർന്നു. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ സ്ഥിതി വ്യത്യസ്തമല്ല. വേദപുസ്തകം എല്ലാവരുടെയും വീട്ടിലുണ്ട്. പക്ഷേ ഈ തിരുവചനം പറയുന്ന ദൈവിക സത്യങ്ങളെ അനുസരിക്കുന്നവർ വളരെ ചുരുക്കമുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വലിയ ആരാധനക്കാരും വലിയ കൂട്ടങ്ങളും വലിയ ബഹളങ്ങളും ഒക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും തിരിച്ചറിയാത്തൊരു പരമാർത്ഥമുണ്ട്. അപ്പൊ സത്യ ആരാധനയിൽ നിന്നും വീണുപോയ ഒരു വലിയ വിഭാഗത്തെ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ, നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ആരും പറയുന്നത് കേൾക്കണ്ട, ബൈബിൾ എടുത്തൊന്ന് വായിക്കുക. ഈ വേദപുസ്തകം പറയുന്നതിൻ്റെ നേരെ വിപരീതമായ വഴികളിലൂടെയാണ് ഭൂരിപക്ഷവും പോകുന്നത്. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് നാം ദൈവത്തെ ആരാധിക്കണമെന്നും അത് വിശുദ്ധമായിട്ട് ആ ദിവസത്തെ ചെലവഴിക്കണമെന്നും വചനം പറയുമ്പോൾ പേരിന് പള്ളിയിലൊന്ന് പോയിട്ട് പിന്നെ തോന്നിയ വഴിക്കും തോന്നിയ കാര്യങ്ങൾക്കൊക്കെ പോവുകയും വേണ്ടാത്ത കാര്യങ്ങൾ സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കുക, നാം തെറ്റായ വഴികളാണ് സഞ്ചരിക്കുന്നത്. വേദപുസ്തകം വിശുദ്ധ ദിവസം ഏതാണെന്ന് വ്യക്തമായിട്ട് വരച്ചു കാട്ടിയിരിക്കുമ്പോൾ അതനുസരിക്കാതെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്ഥാപിച്ച ആരാധന ദിവസം, പിന്നീട് 336 ലവോദിക്ക സുന്നകദോസിൽ വെച്ച് അന്നത്തെ സഭ നടപ്പിലാക്കിയ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലുള്ള ആരാധന, ഇതിനൊക്കെ നമ്മൾ പോകുമ്പോൾ നാം വീണുപോയവരാണ് സത്യത്തിൽ നിന്നും. അതുകൊണ്ടാ വചനം വിളിച്ചു പറയുന്നത്, വീണുപോയി. തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി. പ്രിയമുള്ളവരെ, ഭൂരിപക്ഷവും സത്യത്തിൽ നിന്ന് വീണ് കിടക്കുക. യഥാർത്ഥമായ സത്യങ്ങളെ അനുസരിക്കുന്ന, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച്
ആ സ്നാനപ്പെടുമ്പോൾ എടുത്ത തീരുമാനത്തിനനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുന്ന എത്ര എണ്ണത്തിനെ കാണാൻ സാധിക്കും? സ്നാനപ്പെടുന്ന സമയത്ത് കൈപൊക്കി തീരുമാനമെടുത്തതാ, ഞാൻ ലോകത്തിൻ്റെ ആഡംബരങ്ങളും മോഹങ്ങളും എല്ലാം വിട്ട് വിശുദ്ധ ജീവിതം നയിക്കാമെന്ന്. ഇന്നോ ലോകത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്ന ബഹുഭൂരിപക്ഷം. അങ്ങനെയാണെങ്കിൽ നാം വീണുപോയി. ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി. ഇന്ന് ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. രണ്ടാം ദൂതൻ വിളിച്ചു